ഉമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് നടൻ ദുൽഖർ സൽമാൻ. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് സുൽഫത്തിന് താരം പിറന്നാൾ ആശംസകൾ അറിയിച്ചത്. ചക്കരയുമ്മ പിറന്നാൾ ആശംസകൾ എന്നതായിരുന്നു പോസ്റ്റ്. സുൽഫത്തിൻ്റെ കൂടെയുള്ള ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. ദുൽഖറിൻ്റെ ഫാൻസ് ഗ്രൂപ്പുകളിലും ജന്മദിനാശംസകൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവയ്ക്കുന്നുണ്ട്. മനോജ് KJN, കല്യാണി പ്രിയദർശൻ, സൗബിൻ രമേശ്, പിഷാരടി തുടങ്ങി നിരവധി പ്രമുഖരും ദുൽഖറിൻ്റെ പോസ്റ്റിൽ ആശംസ അറിയിച്ചിട്ടുണ്ട്. സുൽഫത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ പിറന്നാളിന് ദുൽഖർ പങ്കുവച്ച വൈകാരികമായ കുറിപ്പ് വൈറലായിരുന്നു. ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സുൽഫത്തിൻ്റെ ചിത്രമാണ് കഴിഞ്ഞ വർഷം നടൻ പങ്കുവച്ചത്. ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഫോണിൽ കണ്ട ഫോട്ടോ തൻ്റെ കുട്ടിക്കാലം ഓർമ്മിപ്പിച്ചു എന്നുമാണ് ദുൽഖർ അന്ന് കുറിച്ചത്. മെയ് 6-നാണ് മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും വിവാഹ വാർഷികം. ഇവരുടെ 46-ാം വിവാഹ വാർഷികമാണ് വരാൻ പോകുന്നത്. 1979-ലാണ് മമ്മൂട്ടിയും സുൽഫത്തും വിവാഹിതരായത്. അതേസമയം സുൽഫത്തിൻ്റെ 70-ാം പിറന്നാളാണ് ഇത്തവണ കഴിഞ്ഞത്. മമ്മൂട്ടിക്കൊപ്പം ആ ലുക്ക് നിലനിർത്തി സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്നത് ചെറിയ കാര്യമല്ല. അതവിടെ നിൽക്കട്ടെ. മമ്മൂക്ക ഫാൻസിന് പോലും അത്രയധികം അറിയാത്ത മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും പ്രണയകഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. പ്രണയിച്ച് വിവാഹം ചെയ്തവരല്ല മമ്മൂട്ടിയും സുൽഫത്തും. പക്ഷേ വിവാഹത്തിന് ശേഷം മമ്മൂട്ടിയെയും സുൽഫത്തിനെയും പോലെ പ്രണയിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടുമില്ല. അതിന് സാക്ഷിയായ മകൻ ദുൽഖർ സൽമാൻ ഒരിക്കൽ ആ പ്രണയത്തെക്കുറിച്ച് വാചാലനായിട്ടുണ്ട്. വാപ്പച്ചി വീട്ടിൽ നിന്നും പുറത്തു പോയാൽ ഓരോ ഷോർട്ട് ബ്രേക്കിലും ഉമ്മച്ചിയെ വിളിക്കും. എത്ര ദൂരെയാണെങ്കിലും അവർ എപ്പോഴും ഒരുമിച്ചാണ്. ഇത്രമാത്രം സംസാരിക്കാൻ എന്താണ് അവർക്കിടയിലെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അവരെപ്പോലെ പ്രണയിക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പ്രണയം എൻ്റെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ആണെന്നാണ് ദുൽഖർ സൽമാൻ പറഞ്ഞത്. വീട്ടുകാരായി ആലോചിച്ചുറപ്പിച്ച് നടത്തിയ വിവാഹമായിരുന്നു മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റേതും. അഭിഭാഷകനായ മുഹമ്മദ് കുട്ടി എന്നയാളെയാണ് സുൽഫത്ത് വിവാഹം കഴിച്ചത്. തൻ്റെ ഭർത്താവ് ഒരു സിനിമാ പ്രാന്തനാണെന്ന സത്യം വിവാഹത്തിന് ശേഷമാണ് സുൽഫത്ത് അറിഞ്ഞത്. നിക്കാഹിന് ശേഷം മുഹമ്മദ് കുട്ടി സുൽഫത്തിനോട് പറഞ്ഞു, ഞാനൊരു അഭിഭാഷകൻ മാത്രമല്ല, സിനിമാ നടൻ കൂടെയാണെന്ന്. പക്ഷേ സുൽഫത്ത് അത് വിശ്വസിച്ചില്ല. 2-3 സിനിമകളിൽ സാജൻ എന്ന പേരിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും സുൽഫത്ത് ഒരു തമാശയായി കണ്ടു. അവസാനം താൻ പുതുതായി അഭിനയിക്കുന്ന മേള എന്ന ചിത്രത്തിൻ്റെ സംവിധായകനെ വിളിച്ച് ഭാര്യയെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നോട്ടെ എന്ന് മമ്മൂട്ടി അനുവാദം ചോദിച്ചു. അങ്ങനെ സുൽഫത്തിനെയും കൂട്ടി മമ്മൂട്ടി മേളയുടെ സെറ്റിലെത്തി. സിനിമയിൽ അഭിനയിക്കുന്ന നടൻ മാത്രമല്ല, സിനിമയെന്നാൽ മുഹമ്മദ് കുട്ടിക്ക് പ്രണയമാണ്. അത് സുൽഫത്ത് അവിടെ വെച്ച് മനസ്സിലാക്കി. സിനിമയെ ഹറാമായി കാണുന്ന മട്ടാഞ്ചേരിയിലെ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന സുൽഫത്തിന് അന്നേ മുഹമ്മദ് കുട്ടിയുടെ ആ ആഗ്രഹത്തിന് കുച്ചുവിലങ്ങിടാമായിരുന്നു. പക്ഷേ സുൽഫത്ത് അത് ചെയ്തില്ല. വക്കീലുദ്യോഗം നിർത്തി മുഴുവൻ സമയം സിനിമയ്ക്ക് പിന്നാലെ പോയപ്പോഴും ഭർത്താവിൻ്റെ ആഗ്രഹത്തിനൊപ്പമാണ് സുൽഫത്ത് നിന്നത്. മമ്മൂട്ടി എന്നാൽ മികച്ച നടൻ എന്നതിനപ്പുറം ഒരു പെർഫെക്റ്റ് ഫാമിലി മാനാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം കുടുംബത്തിന് നൽകുന്ന പിന്തുണ അത്ര വലുതാണ്. എന്തെന്നാൽ സുൽഫത്ത് അതുപോലെയാണ് മമ്മൂട്ടിയെ പരിഗണിച്ചതും കൂടെ നിന്നതും. സിനിമയിൽ മിന്നിക്കയറുന്ന സമയത്ത് മമ്മൂട്ടിയെ ചേർത്ത് പല ഗോസിപ്പുകളും വരാൻ തുടങ്ങി. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സുൽഫത്തിനെ പിന്നീട് സെറ്റുകളിൽ മമ്മൂട്ടി കൂടെ കൂട്ടിയത്. എവിടെയൊക്കെ മമ്മൂട്ടിയുണ്ടോ അവിടെയൊക്കെ സുൽഫത്തും ഉണ്ടാവും. മകൻ സിനിമയിലേക്ക് വരണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോഴും സുൽഫത്ത് തടഞ്ഞില്ല. വാപ്പയ്ക്ക് കൊടുത്ത അതേ പിന്തുണയും പ്രോത്സാഹനവും ദുൽഖറിനും സുൽഫത്ത്